Hi all, welcome to Know Your Chemistry. So നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ്. സോ പ്രോട്ടീൻസിനെ നമുക്ക് മെയിനായിട്ടും നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്, സെക്കൻഡ് ബേസ്ഡ് ഓൺ കോമ്പോസിഷൻ ആൻഡ് സോളിബിലിറ്റി, തേർഡ് വൺ ബേസ്ഡ് ഓൺ ഷേപ്പ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ വാല്യൂ. സോ ഈ ഒരു സ്ലൈഡിൽ എൻറ്റയർ ക്ലാസിഫിക്കേഷനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, ബേസിക് ക്ലാസിഫിക്കേഷൻ. സോ ഇതിനെ അഗെയിൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നീട് പറയും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്. സോ ഫങ്ഷൻസിനെ ബേസ് ചെയ്തിട്ട് കറ്റാലിറ്റിക് പ്രോട്ടീൻസ്, സ്ട്രക്ചറൽ പ്രോട്ടീൻസ്, കൺട്രാക്റ്റൽ പ്രോട്ടീൻസ്, ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ്, റെഗുലേറ്ററി പ്രോട്ടീൻസ്, genetic proteins and protective proteins based on functions. Okay, the second one is based on composition and solubility, simple proteins, conjugated proteins and derived proteins. And based on shape, globular proteins and fibrous proteins. The last one is based on nutritional value, that is nutritionally rich proteins, incomplete proteins and nutritionally poor proteins. Okay, സോ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്. അതിൽ നമ്മൾ പറഞ്ഞു കറ്റാലിറ്റിക് പ്രോട്ടീൻസ്. സോ കറ്റാലിസിസ് അല്ലെങ്കിൽ കറ്റാലിറ്റി പ്രോപ്പർട്ടി ഉള്ള ആർക്കാണ്? മെയിൻലി എൻസൈംസ്. നമുക്കറിയാം ഓൾ ദ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. ഓക്കെ, സോ കറ്റാലിറ്റിക് പ്രോട്ടീൻസിന് എക്സാമ്പിൾസ് ആരാണ്? എൻസൈംസ്. ഓക്കെ, ദ സെക്കൻഡ് വൺ ഈസ് സ്ട്രക്ചറൽ പ്രോട്ടീൻസ്. സോ സ്ട്രക്ചറൽ പ്രോട്ടീൻസിന് കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ. നമുക്കറിയാം അത് കൊളാജൻ എവിടെയാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇലാസ്റ്റിൻ എവിടെയാണ്? മെയിൻലായിട്ട് നമ്മൾ കൊളാജൻ എല്ലാം കാണുന്നത് നമ്മുടെ ടെൻഡൻസ്, കാർട്ടിലേജിൻ്റെ എല്ലാം ഒരു സ്ട്രക്ചറൽ കമ്പോണൻ്റ് ആയിട്ടാണ്. സോ അതാണ് കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ. ഓക്കെ, തേർഡ് വൺ ഈസ് കൺട്രാക്റ്റൈൽ പ്രോട്ടീൻ. സോ മയോസിൻ ആൻഡ് ആക്ടിൻ, ഇത് നമുക്ക് ഫെമിലിയർ ആണ് ബിക്കോസ് മയോസിൻ ആൻഡ് ആക്ടിൻ ആർ ദ മെയിൻ പ്രോട്ടീൻസ് വിച്ച് ഹെൽപ്സ് ഇൻ ദ മസിൽ കോൺട്രാക്ഷൻ. ഓക്കെ, then transport proteins. So hemoglobin, albumin, transferrin. So hemoglobin നമുക്കറിയാം ഓക്സിജൻ ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ, ദറ്റ്സ് എ ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. ദെൻ ട്രാൻസ്ഫെറിൻ ഈസ് എ ട്രാൻസ്പോർട്ട് ഫോം ഓഫ് അയണിൻ്റെ ട്രാൻസ്പോർട്ട് ഫോമാണ് ട്രാൻസ്ഫെറിൻ. ഓക്കെ, ദെൻ റെഗുലേറ്ററി പ്രോട്ടീൻ. സോ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത് മെയിനായിട്ടും ഹോർമോൺസ് ആണ്. ഓക്കെ, സോ ഹോർമോൺസിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട്, എല്ലാ ഹോർമോൺസും റെഗുലേറ്ററി പ്രോട്ടീൻസ് തന്നെയാണ്. ഞാൻ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻസുലിൻ നമുക്കറിയാം, then growth hormone, then ACTH, adrenocorticotropic hormones produced from adrenal cortex. Okay, then genetic proteins. So genetic proteins പറയുമ്പോൾ നമ്മൾ DNA റിലേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസ് മെയിൻലി ഹിസ്റ്റോൺസ്. ഓക്കെ, ദെൻ ഫൈനലി പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻസ്. സോ പ്രൊട്ടക്റ്റീവ് അതായത് ഇമ്മ്യൂണിറ്റിയായി റിലേറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള പ്രോട്ടീൻസാണ് നമുക്ക് പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻസ്, നമ്മുടെ ബോഡിക്ക് പ്രൊട്ടക്റ്റീവ് പവർ തരുന്ന പ്രോട്ടീൻസ്. ഫോർ എക്സാമ്പിൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ, ദെൻ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, ദെൻ ഇൻ്റർഫെറോൺസ്, ഇതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് വൺ ഈസ് ബേസ്ഡ് ഓൺ കോമ്പോസിഷൻ ആൻഡ് സോളിബിലിറ്റി. സോ ഏതൊക്കെ കമ്പോണൻസ് ആണ് ഇതിൻ്റെ പ്രോട്ടീൻസിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ സോളിബിലിറ്റിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ സോൾവെൻസിലാണെങ്കിൽ വാട്ടർ സോല്യൂബിൾ ആണോ, അങ്ങനെ സോളിബിലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ അതിൽ മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു, സിമ്പിൾ, കോൺജുഗേറ്റഡ് ആൻഡ് ഡിറൈവ്ഡ്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് സിമ്പിൾ പ്രോട്ടീൻസ് ആണ്. സോ സിമ്പിൾ പ്രോട്ടീൻസിൽ മെയിനായിട്ടും ആൽബുമിൻസ്, ഗ്ലോബുലിൻസ്, ദെൻ പ്രോട്ടമീൻസ്, പ്രോലമീൻസ്, ലെക്റ്റിൻസ് ആൻഡ് സ്ക്ലിറോപ്രോട്ടീൻസ്. ഓക്കെ, സോ ഇത് വളരെ സിമ്പിളാണ്. സിമ്പിൾ പ്രോട്ടീൻസ് പേര് പോലെ തന്നെ. നമുക്ക് ആൽബുമിൻ ആൻഡ് ഗ്ലോബുലിൻ നമുക്ക് ഫെമിലിയർ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ആൽബുമിൻ നോക്കാം. സോ ആൽബുമിൻ നമുക്കറിയാം പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. അതുപോലെ തന്നെ ഇതിൻ്റെ സോളിബിലിറ്റി നോക്കുമ്പോൾ ഇറ്റ് ഈസ് വാട്ടർ സോലിബിൾ ആണ്. ഓക്കെ, വാട്ടർ സോലിബിൾ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി ഹീറ്റ് കൊയാഗുലേറ്റഡ്. സോ ഹീറ്റ് കൊയാഗുലേറ്റ് ചെയ്യാൻ പറ്റും ബിക്കോസ് നമുക്കറിയാം എഗ് ആൽബുമിൻ നമുക്ക് ഹീറ്റ് കൊയാഗുലേഷൻ നടത്തുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് ക്ലിയർ ആണ്. നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഏതൊരു കൊയാഗുലം ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് നമുക്കറിയാം 69,000. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ പറഞ്ഞതാണ് മോളിക്കുലാർ വെയിറ്റ് ഓഫ് ആൽബുമിനി 69,000. ഓക്കെ, ഇനി നമ്മൾ മിൽക്കിലാണെങ്കിൽ നമ്മൾ ലാക്റ്റ് ആൽബുമിൻ എന്ന് പറയും, എഗ്ഗിൽ നമ്മൾ എഗ് ആൽബുമിൻ എന്ന് പറയും, അതാണ് ആൽബുമിൻ. ഓക്കെ, സോ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്, ആൽബുമിൻ ഈസ് വാട്ടർ സോലിബിൾ ആൻഡ് ഇറ്റ് ക്യാൻ ബി ഹീറ്റ് കൊയാഗുലേറ്റഡ്. ഓക്കെ, ദെൻ ഗ്ലോബുലിൻ. സോ ഗ്ലോബുലിൻ്റെ മെയിൻ പ്രോപ്പർട്ടി പറഞ്ഞാൽ ഇറ്റ് ഈസ് വാട്ടർ ഇൻസോലിബിൾ. ഓക്കെ, അതായത് മെയിൻലി പ്യുവർ വാട്ടറിൽ ഇൻസോലിബിൾ ആണ്. ഇറ്റ് ഈസ് സോലിബിൾ ഇൻ ഡയലൂട്ട് സോൾട്ട് സൊല്യൂഷൻ. ഓക്കെ, സോൾട്ട് സൊല്യൂഷനിൽ മെയിനായിട്ടും ഡയലൂട്ട് സോൾട്ട് സൊല്യൂഷനിൽ ഇത് സോലിബിൾ ആണ് ഗ്ലോബുലിൻസ്. പിന്നെ വേറൊരു പ്രോപ്പർട്ടി പറഞ്ഞാൽ സെയിം തന്നെയാണ്, ദേ ആർ ഓൾസോ കൊയാഗുലേറ്റഡ് ബൈ ഹീറ്റ്. ഓക്കെ, സോ ആൽബുമിൻ ആൻഡ് ഗ്ലോബുലിൻ ബോത്ത് ആർ
can be coagulated by heat. പക്ഷേ albumin is water soluble, globulin is soluble only in dilute salt solutions. ഓക്കെ, ഇതാണ് ആൽബുമിൻ ആൻഡ് ഗ്ലോബുലിൻ. ഓക്കെ, ഇനി ഗ്ലോബുലിൻ നമുക്ക് എക്സാമ്പിൾസ് എഗ് ഗ്ലോബുലിൻ, അതുപോലെ തന്നെ സിറം ഗ്ലോബുലിൻസ്, അതുപോലെ തന്നെ നമ്മുടെ പീ പ്ലാന്റിലെല്ലാം ഉള്ള ലെഗ്യൂമിൻ, അതൊക്കെ ഗ്ലോബുലിൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രോട്ടമീൻസ് എന്ന ഒരു പ്രോട്ടീൻസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ കോംപ്ലക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ പ്രോട്ടമീൻസ് പറഞ്ഞാൽ മെയിനായിട്ടും ഇതൊരു സ്ട്രോങ് ബേസിക് നേച്ചറുള്ള കോമ്പൗണ്ട്സ് ആണ്. സോ അതിനൊരു കാരണമുണ്ട്. പ്രോട്ടമീൻസ് കണ്ടെയ്ൻ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ആർജിനിൻ ആൻഡ് ലൈസിൻ റെസിഡ്യൂസ്. ഓക്കെ, സോ നമുക്കറിയാം ആർജിനിൻ ആൻഡ് ലൈസിൻ ആർ ബേസിക് അമിനോ ആസിഡ്സ്. ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ പ്രോട്ടമീൻസ് ആർ സ്ട്രോങ്ലി ബേസിക് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ബേസിക് കോമ്പണൻറ്റ്സ്. They are rich in arginine and lysine residues. Then they are soluble in water, dilute acids and alkalis. So water soluble ആണ്, dilute acidsൽ soluble ആണ്, alkali soluble ആണ്. പിന്നെ ഇതിൽ ആൽബുമിനും ഗ്ലോബുലിനും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് നമ്മൾ നോക്കേണ്ടത്, ഇറ്റ് കനോട്ട് ബി ഹീറ്റ് കൊയാഗുലേറ്റഡ്. സോ ഹീറ്റ് കൊയാഗുലേഷൻ ഇതിന് പോസിബിൾ അല്ല. ആർക്കാണ്? പ്രോട്ടമീൻസ്. ഇനി പ്രോട്ടമീൻ സിങ്ക് ഇൻസുലിനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു ഡിറൈവ്ഡ് ഫോമാണ് പ്രോട്ടമീൻസ് എന്നുള്ളത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ. ഇതൊരു ഇൻസുലിൻ്റെ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷനാണ്. പ്രോട്ടമീൻ സിങ്ക് ഇൻസുലിനേറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ദ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് ഇൻസുലിൻ. ഓക്കെ, സോ പ്രോട്ടമീൻസ് പറഞ്ഞാൽ സ്ട്രോങ് ബേസിക് നേച്ചറുള്ള കോമ്പൗണ്ട്സ് ആണ്, റിച്ച് ഇൻ ആർജിനിൻ ആൻഡ് ലൈസിൻ റെസിഡ്യൂസ്, വാട്ടർ സോല്യുബിൾ ആണ്, ഡൈലൂട്ട് ആസിഡ്സ് ആൻഡ് ആൽക്കലി സോല്യുബിൾ ആണ്. മെയിൻ ഡിഫറൻസ് എന്താണ്? ഫ്രം ആൽബുമിൻ ആൻഡ് ഗ്ലോബുലിൻ ഇറ്റ് കനോട്ട് ബി ഹീറ്റ് കൊയാഗുലേറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രോലമീൻസ്. ഓക്കെ, സോ പ്രോലമീൻസ് ആ പേര് തന്നെയുണ്ട്, പ്രോൽ അമീൻസ്. സോ ഇറ്റ് ഈസ് റിച്ച് ഇൻ പ്രോലിൻ. ഓക്കെ, പ്രോലിൻ റിച്ച് ആണ്, അതുപോലെ തന്നെ ലൈസിൻ ആബ്സെൻ്റ് ആയിരിക്കും, ലാക്ക് ഓഫ് ലൈസിൻ. ഓക്കെ, ദെൻ ഇത് വാട്ടർ ഇൻസോല്യുബിൾ ആണ്. ഓക്കെ, വാട്ടർ ഇൻസോല്യുബിൾ ആണ്. ഇറ്റ് ഈസ് സോല്യുബിൾ ഓൺലി ഇൻ 70 to 80% ആൽക്കഹോൾ. ഓക്കെ, സോ നമ്മൾ പ്രോട്ടമീൻസ് പറഞ്ഞു അത് വാട്ടറിൽ ആസിഡ്സും ആൽക്കലീസിലൊക്കെ സോല്യുബിൾ ആണ്. പക്ഷേ പ്രോലമീൻസ് ആർ വാട്ടർ ഇൻസോല്യുബിൾ ആണ്, സോല്യുബിൾ ഓൺലി ഇൻ 70 to 80% ആൽക്കഹോൾ. ദറ്റ് ഈസ് റിച്ച് ഇൻ പ്രോലിൻ, ലൈസിൻ ഈസ് ആബ്സെൻറ്റ്. ഓക്കെ, ഇനി പ്രോലമീൻസിന് എക്സാമ്പിൾ ആണ് സെയിൻ. സെയിൻ ഈസ് എ പ്രോട്ടീൻ ഫ്രം കോൺ, ആൻഡ് ഗ്ലയാഡിൻ ഈസ് എ പ്രോട്ടീൻ ഫ്രം വീറ്റ്, ആൻഡ് ഹോർഡെയിൻ ഈസ് എ പ്രോട്ടീൻ ഫ്രം ബാർലി. ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് പ്രോലമീൻസ്. ദീസ് ആർ പ്രോലിൻ റിച്ച് ബട്ട് ലാക്ക് ഇൻ ലൈസിൻ. ഓക്കെ, സെയിൻ എന്ന് പറഞ്ഞാൽ കോൺ പ്രോട്ടീൻ, ഗ്ലയാഡിൻ ഈസ് എ പ്രോട്ടീൻ ഫ്രം വീറ്റ്, ആൻഡ് ഹോർഡെയിൻ ഈസ് എ പ്രോട്ടീൻ ഫ്രം ബാർലി. ദെൻ ലെക്റ്റിൻസ്. സോ ലെക്റ്റിൻസ് മീൻസ് ഒരു കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ മൊയിറ്റി അല്ലെങ്കിൽ ഷുഗർ ഗ്രൂപ്പുമായിട്ട് വളരെയധികം അഫിനിറ്റി ഉള്ള കോമ്പൗണ്ട്സ് ആണ് ലെക്റ്റിൻസ്. ഓക്കെ, സോ ലെക്റ്റിൻസ് ആർ ദ കോമ്പൗണ്ട്സ് വിച്ച് ഹാവ് ഹൈ അഫിനിറ്റി ടുവേഴ്സ് ദ ഷുഗർ ഗ്രൂപ്പ്സ്. അതിന് എക്സാമ്പിൾസ് ആണ് ഫൈറ്റോ ഹീം അഗ്ലൂട്ടിനിൻ എന്നൊരു കോമ്പൗണ്ട്, ദാറ്റ് ഇസ് എ ലെക്റ്റിൻ ആണ്. അത് മെയിനായിട്ടും നമ്മുടെ റെഡ് കിഡ്നി ബീൻസ് നിന്ന് കിട്ടുന്ന ഒരു ലെക്റ്റിൻ ആണ്, ദാറ്റ് അഗ്ലൂട്ടിനേറ്റ് RBC ആൻഡ് WBC. ഓക്കെ, സോ ഫൈറ്റോ ഹീം അഗ്ലൂട്ടിനിൻ റെഡ് കിഡ്നി ബീൻസ് നിന്ന് കിട്ടുന്ന ഒരു lectin ആണ്, that will agglutinate both RBC and WBC. ഇനി another one is lectin from Dolichos biflorus, that will agglutinate human blood group A1 RBCs-നെ അഗ്ലൂട്ടിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇതാണ് ലെക്റ്റിൻസിൻ്റെ. ജനറലി അറിയുക, ലെക്റ്റിൻസ് ഹാവ് ഹൈ അഫിനിറ്റി ടുവേഴ്സ് ഷുഗർ ഗ്രൂപ്പ്സ്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് സ്ക്ലീറോപ്രോട്ടീൻസ്. സോ സ്ക്ലീറോപ്രോട്ടീൻസ് ആ പേര് തന്നെയുണ്ട്. സ്ക്ലീറോപ്രോട്ടീൻ മീൻസ് സപ്പോർട്ടിംഗ് ടിഷ്യൂസിൽ ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ടിഷ്യൂസ് ഫോം ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് സ്ക്ലീറോപ്രോട്ടീൻസ്. ഓക്കെ, ഇത് മെയിനായിട്ടും വാട്ടർ ഇൻസോല്യുബിൾ ആണ്. ഇറ്റ് ഈസ് സോല്യുബിൾ ഓൺലി ഇൻ ഹോട്ട് ആൻഡ് സ്ട്രോങ് ആസിഡ്സ്. ഓക്കെ, സോ ഹോട്ട് ആൻഡ് സ്ട്രോങ് ആസിഡ്സിൽ മാത്രം സോല്യുബിളായ പ്രോട്ടീൻസ് ആണ് സ്ക്ലീറോപ്രോട്ടീൻസ്. അതിന് എക്സാമ്പിളാണ് സപ്പോർട്ടിംഗ് ടിഷ്യൂസ് ആണ്. സോ കൊളാജൻ ആൻഡ് കെരാറ്റിൻ. സോ കൊളാജൻ നമുക്കറിയാം ടെൻഡൻസിലെല്ലാം ഉള്ളത്, കെരാറ്റിൻ നമ്മുടെ ഹെയർ, നെയിൽ ഇതിലെല്ലാം ഉള്ള പ്രോട്ടീൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് conjugated proteins, the second classification, conjugated proteins. So conjugated, so നമുക്ക് ആ പേര് തന്നെയുണ്ട്. സോ കോൺജുഗേഷൻ ആണെങ്കിൽ രണ്ട് മോളിക്യൂൾസ് വേണം, അല്ലെങ്കിൽ രണ്ട് കോമ്പൗണ്ട്സ് വേണം, എന്താ പറയുക കമ്പോണൻസ് വേണം. അത് കോൺജുഗേഷൻ എന്ന് പറയുമ്പോൾ ദറ്റ് ഇസ് ഫസ്റ്റ് വൺ ഈസ് ഗ്ലൈക്കോപ്രോട്ടീൻസ്, then lipoproteins, nucleoproteins, chromoproteins, phosphoproteins and finally metalloproteins. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം ഗ്ലൈക്കോപ്രോട്ടീൻസ്. So glycoproteins, so proteins ഉണ്ട് plus glyco means something related to
carbohydrate or sugar residues. So here the proteins are combined with or conjugated with the carbohydrates. Simple. So glycoproteins means proteins are combined with the carbohydrates. So അതിന് എക്സാമ്പിൾസ് മെയിനായിട്ടും പറയുന്നത് നമ്മുടെ ഹൈഡ്രോക്സി അമിനോ ആസിഡ്സ് ഉണ്ട്, സെറിൻ ആൻഡ് ത്രയോണിൻ. സോ അതിൻ്റെ OH ഗ്രൂപ്പ് ഓഫ് സെറിൻ ആൻഡ് ത്രയോണിൻ, അതുപോലെ തന്നെ അമൈഡ് ഗ്രൂപ്പ് ഓഫ് അസ്പരാജിൻ ആൻഡ് ഗ്ലൂട്ടാമിൻ, ദേ ഫോം ലിങ്കേജസ് വിത്ത് കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂസ്. ഓക്കെ, സോ ഗ്ലൈക്കോപ്രോട്ടീൻസ് പറഞ്ഞാൽ പ്രോട്ടീൻ ഇൻ കോമ്പിനേഷൻ വിത്ത് ഷുഗർ റെസിഡ്യൂസ്. അതിൽ മെയിനായിട്ടും ഹൈഡ്രോക്സി അമിനോ ആസിഡ്സ് സെറിൻ ആൻഡ് ത്രയോണിൻ അതിൻ്റെ OH ഗ്രൂപ്പ്, അതുപോലെ തന്നെ അമൈഡ് ഗ്രൂപ്പ് ഓഫ് അസ്പരാജിൻ ആൻഡ് ഗ്ലൂട്ടാമിൻ, ദേ ഫോം ലിങ്കേജസ് വിത്ത് ഷുഗർ റെസിഡ്യൂസ് ഓർ കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂസ്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻസ്. ഓക്കെ, അതുപോലെ തന്നെ മെനി സെറം പ്രോട്ടീൻസ് ആണ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കാർബോഹൈഡ്രേറ്റ്, നമ്മൾ ഗ്ലൈക്കോപ്രോട്ടീൻസ് പ്രോട്ടീൻ കണ്ടൻറ്റും ഉണ്ട്, ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റും ഉണ്ട്. സോ വെൻ ദ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് ഈസ് മോർ ദാൻ 10% ഓഫ് ദ മോളിക്യൂൾ, ആ മോളിക്യൂളിൻ്റെ 10% കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? വിസ്കോസിറ്റി വിൽ ഇൻക്രീസ്. ഓക്കെ, സോ ആ 10% കൂടുതൽ എന്താ പറയുക, മോളിക്യൂളിൻ്റെ 10% കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ ആ മോളിക്യൂളിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോട്ടിയോഗ്ലൈക്കൻസ് അല്ലെങ്കിൽ മ്യൂക്കോപ്രോട്ടീൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ആൻഡ് പ്രോട്ടിയോഗ്ലൈക്കൻസ്. ഓക്കെ, ഇനി സെക്കൻഡ് ഈസ് ലൈപ്പോപ്രോട്ടീൻസ്. സോ ലൈപ്പോപ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെയുണ്ട്, പ്രോട്ടീൻസ് പ്ലസ് ലൈപ്പിഡ്. ഇതൊരു ലൂസ് കോമ്പിനേഷൻ ആണ്. ഓക്കെ, മെയിനായിട്ട് ലൈപ്പോപ്രോട്ടീൻസ് എവിടെയാണ് ഉണ്ടാവുക? നമ്മുടെ ബ്ലഡിൽ സെൽ മെംബ്രെയിൻസ്. ഓക്കെ, പിന്നെ സെറം ലൈപ്പോപ്രോട്ടീൻസ് എല്ലാം ഉണ്ട്, അത് നമ്മൾ ലിപ്പിഡ് കെമിസ്ട്രിയിൽ പഠിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ന്യൂക്ലിയോപ്രോട്ടീൻസ്. സോ ഇവിടെ പ്രോട്ടീൻസ് ആർ അറ്റാച്ച്ഡ് ടു ന്യൂക്ലിക് ആസിഡ്സ് ആണ് ന്യൂക്ലിയോപ്രോട്ടീൻസ്. മെയിനായിട്ടും ഹിസ്റ്റോൺസ്, അതായത് DNA നെഗറ്റീവ് ചാർജ് ആയിരിക്കും. മെയിൻലി DNA ക്യാരീസ് നെഗറ്റീവ് ചാർജ്, സോ വിച്ച് കമ്പൈൻസ് വിത്ത് ദ പോസിറ്റീവ്ലി ചാർജ് പ്രോട്ടീൻ, ദറ്റ് ഇസ് ഹിസ്റ്റോൺസ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ക്രോമോപ്രോട്ടീൻസ്. ഓക്കെ, സോ ക്രോമോപ്രോട്ടീൻസ് പറഞ്ഞാൽ കളേർഡ് പ്രോസ്തറ്റിക് ഗ്രൂപ്പുള്ള പ്രോട്ടീൻസ്, അതായത് കളേർഡ് ഗ്രൂപ്പ് ഉണ്ടാവും ക്രോമോപ്രോട്ടീൻസിൽ. അതിൽ എക്സാമ്പിൾ ഹീമോഗ്ലോബിൻ, it gives color to our blood. Okay, then flavoproteins. So flavoproteins in example നിങ്ങൾക്ക് familiar ആണ്, vitamin B2 riboflavin, that is yellow color, അതാണ് flavoproteins. Okay, the next one is phosphoproteins. So phosphoproteins ആ പേര് തന്നെയുണ്ട്, phosphorus containing protein. Okay, അല്ലെങ്കിൽ ഫോസ്ഫറസുമായിട്ട് കോൺജുഗേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ. ഓക്കെ, ദറ്റ് ഈസ് എക്സാമ്പിൾ മിൽക്ക് പ്രോട്ടീൻ, കെസീൻ, വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ എഗ് യോൾക്കിലുള്ള വിറ്റലിൻ എന്ന പ്രോട്ടീൻ. ഓക്കെ, വിറ്റലിൻ പ്രോട്ടീൻ ഓഫ് എഗ് യോൾക്ക് ആൻഡ് കെസീൻ ഓഫ് മിൽക്ക്, ഇതാണ് ഫോസ്ഫോ പ്രോട്ടീൻസ്. ഓക്കെ, സോ ഇവിടെ മെയിനായിട്ടും എസ്ട്രിഫിക്കേഷൻ നടക്കുന്നത് നമ്മുടെ ഫോസ്ഫോറിക് ആസിഡുമായിട്ടായിരിക്കും, ബിക്കോസ് ഫോസ്ഫോറിക് ആസിഡ് വിൽ ഗിവ് ഓർ സപ്ലൈ ഫോസ്ഫറസ്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് മെറ്റലോപ്രോട്ടീൻസ്. സോ പ്രോട്ടീൻസ് വിത്ത് മെറ്റൽ അയോൺസ്. ഓക്കെ, ആണ് മെറ്റലോപ്രോട്ടീൻസ്. സോ അതിന് എക്സാമ്പിൾസ് ആണ് ഹീമോഗ്ലോബിൻ. സോ ഹീമോഗ്ലോബിനിൽ ഏത് മെറ്റലാണ് ഉള്ളത്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, അയൺ. ദെൻ സൈറ്റോക്രോം കണ്ടെയ്ൻ again iron. Then tyrosinase is an enzyme which contain copper. So copper containing enzyme is tyrosinase. Then carbonic anhydrase, that is a zinc containing enzyme. Okay, മെയിൻ ആയിട്ട് നമ്മുടെ റെസ്പിറേഷനെ റിലേറ്റ് ചെയ്യുന്ന എൻസൈമാണ് കാർബോണിക് ആൻഹൈഡ്രേസ്. അവിടെ കൺവേർഷൻ ലങ്സിലും ടിഷ്യൂസിലുമുള്ള അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് കാർബോണിക് ആൻഹൈഡ്രേസ്. ദെൻ ദ ലാസ്റ്റ് വൺ, ദറ്റ് ഇസ് എ ഫൈനൽ ക്ലാസിഫിക്കേഷൻ ഈസ് ഡിറൈവ്ഡ് പ്രോട്ടീൻസ്. സോ ഡിറൈവ്ഡ് പ്രോട്ടീൻസിൽ മെയിനായിട്ടും പ്രോട്ടീൻസ് ടു പെപ്റ്റോൺസ്, ദെൻ പെപ്റ്റൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്സ്, ഇറ്റ്സ് എ ഡിഗ്രഡേഷൻ പ്രോഡക്ട്സ്. ഓക്കെ, ഇതാണ് ഡിറൈവ്ഡ് പ്രോട്ടീൻസ്. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ? ഡിറൈവ്ഡ് പ്രോട്ടീൻസ് പറഞ്ഞാൽ പ്രോട്ടീൻസിൻ്റെ ഡിഗ്രഡേഷൻ കോമ്പൗണ്ട്സ് ആണ്. സോ പ്രോട്ടീൻസ് ടു പെപ്റ്റോൺസ്, പെപ്റ്റോൺസ് ടു പെപ്റ്റൈഡ്സ് ആൻഡ് പെപ്റ്റൈഡ്സ് ടു ഫൈനലി അമിനോ ആസിഡ്സ്. ഓക്കെ, ദെൻ ബേസ്ഡ് ഓൺ ഷേപ്പ്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ഷേപ്പ് നമ്മൾ മെയിനായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഫസ്റ്റ് വൺ ഈസ് ഗ്ലോബുലാർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഫൈബ്രസ്. സോ ഗ്ലോബുലാർ മീൻസ് സ്ഫെറിക്കൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ്, ദറ്റ് ഈസ് ഈസിലി സോൾയുബിൾ ആണ്. ഓക്കെ, പിന്നെ എക്സാമ്പിൾസ് ആണ് ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് പ്രോട്ടമീൻസ്. പ്രോട്ടമീൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ഫൈബ്രസ്. ഫൈബ്രസ് പറഞ്ഞാൽ ഇലോങ്ങേറ്റഡ് അല്ലെങ്കിൽ നീഡിൽ ഷേപ്പിലുള്ള പ്രോട്ടീൻസ്. അതിന് സോളിബിലിറ്റി മിനിമം സോളിബിലിറ്റി ആയിരിക്കും. അത് ഇലോങ്ങേറ്റഡ് അല്ലെങ്കിൽ ഫൈബ്രസ് കുറച്ച് ഹെവി ആയത് ബൾക്കി ആയതുകൊണ്ട് തന്നെ ഇറ്റ് റെസിസ്റ്റ് ഡൈജഷൻ. ഓക്കെ, സോ ഫൈബ്രസ് പ്രോട്ടീൻസിന് എക്സാമ്പിളാണ് കൊളാജൻ, ഇലാസ്റ്റിൻ, കെരാറ്റിൻ, ഇതെല്ലാം. ഓക്കെ,
Then the final classification is based on the nutritional value. Okay, so based on nutritional value നമ്മൾ nutritionally rich, incomplete and nutritional poor. Okay, so nutritionally rich proteins അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കംപ്ലീറ്റ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ആ പേരിൽ തന്നെ എല്ലാം ഉണ്ട്. ദേ കണ്ടെയ്ൻ ഓൾ ദ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഇൻ ദ റിക്വയർഡ് പ്രൊപ്പോർഷൻ. ഓക്കെ, ഓൾ ദ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് റിക്വയർഡ് പ്രൊപ്പോർഷനിലുള്ള ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോട്ടീൻസാണ് ന്യൂട്രീഷണലി റിച്ച് പ്രോട്ടീൻസ്, അല്ലെങ്കിൽ അതുകൊണ്ട് അതിനെ കംപ്ലീറ്റ് പ്രോട്ടീൻസ് എന്ന് വിളിക്കും, ഓർ ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീൻസ്. അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് കെസീൻ, ദറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ മിൽക്ക് ഓർ മിൽക്ക് പ്രോട്ടീൻ. ഓക്കെ, സോ ഈ പ്രോട്ടീൻസ് സപ്ലൈ ചെയ്യുന്ന വഴി എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോത്ത് എല്ലാം സാറ്റിസ്ഫാക്ടറിലി എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ന്യൂട്രീഷണൽ റിച്ച് പ്രോട്ടീൻ, കംപ്ലീറ്റ് പ്രോട്ടീൻ ഓർ ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീൻ. ഓക്കെ, ഇനി സെക്കൻഡ് ഈസ് ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ. സോ ഇൻകംപ്ലീറ്റ് പറഞ്ഞാൽ തന്നെ അതിനകത്തുണ്ട് നോട്ട് കംപ്ലീറ്റ്. സോ ഇതിൽ വൺ എസെൻഷ്യൽ അമിനോ ആസിഡ് വിൽ ബി ലാക്കിംഗ്. ഓക്കെ, എസെൻഷ്യൽ അമിനോ ആസിഡ്സിൽ വൺ എസെൻഷ്യൽ അമിനോ ആസിഡ് വിൽ ബി lacking, that is incomplete proteins. Mainly in examples pulses and cereals. Okay, so pulses are deficient in methionine. Okay, so pulses methionine deficient ആയിരിക്കും, but lysine will be there. In case of cereals they are deficient in lysine but the methionine will be there. So നമ്മൾ എന്താ ചെയ്യേണ്ടത്, both pulses and cereals will be supplied to diet. Okay, so cerealsഉം pulsesഉം നമ്മൾ ഡയറ്റിൽ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിന് രണ്ടിൻ്റെ ഡെഫിഷ്യൻസി അവിടെ കോമ്പൻസേറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ദ പ്രോട്ടീൻസ് ഫ്രം ദ പൾസസ് ആർ ഡെഫിഷ്യൻറ്റ് ഇൻ മെത്തോണിൻ വൈൽ ദ സീരിയൽസ് ആർ ഡെഫിഷ്യൻറ്റ് ഇൻ ലൈസിൻ. So we have to do is we have to supply both in the diet. Okay, both cereals and pulses should be supplied through the diet. Okay, then the deficiency can be compensated. Okay, the last one is nutritionally poor proteins. Okay, so nutritionally poor means lacking many essential amino acids. ഒരുപാട് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അവിടെ ഡെഫിഷ്യൻ്റ് ആണ്. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് കോണിലുള്ളൊരു പ്രോട്ടീൻ, സെയിൻ പ്രോട്ടീൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. സോ സെയിൻ പ്രോട്ടീൻ ദറ്റ് ഈസ് ഡെഫിഷ്യൻ്റ് ഇൻ ട്രിപ്റ്റോഫാൻ ആൻഡ് ലൈസിൻ. ഓക്കെ, സോ മോർ ദാൻ വൺ അമിനോ ആസിഡ് ഡെഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് ഡെഫിഷ്യൻ്റ് ആയ പ്രോട്ടീൻസ് ആണ്, അല്ലെങ്കിൽ ന്യൂട്രീഷണലി പുവർ പ്രോട്ടീൻസ്. അതിന് എക്സാമ്പിളാണ് സെയിൻ ഫ്രം കോൺ ദാറ്റ് ലാക്സ് tryptophan and lysine. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. സോ താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.